ഞാനിപ്പോൾ ഉള്ളത് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടിംഗ് സെറ്റിലാട്ടോ. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തും സഹോദരനുമായ ഷോബിൻ കൂരി സംവിധാനം ചെയ്യുന്ന ഋഷഭം അല്ലേ മാഷെ? ഋഷഭം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൻ്റെ സെറ്റിലാണ്. മാഷ അതിലൊരു കേന്ദ്ര കഥാപാത്രമാണ്. മാഷിൻ്റെ കഥാപാത്രത്തിൻ്റെ പേരെന്താ? എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് കളത്തിൽ ശിവൻ എന്നാണ്. അയാളൊരു പെരുങ്കൊല്ലനാണ്. ആ പെരുങ്കൊല്ലൻ്റെ ജീവിതത്തിൽ പാരിസ്ഥിതിക പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ പറയുന്നൊരു സിനിമയാണ് ഋഷഭം. അപ്പോൾ എല്ലാവരും ഫാസിലിൻ്റെ ഓഡിയൻസ് മുഴുവൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നമ്മൾ അടുത്തൊരു കഥാപാത്രമാണ് മനോജ്, പോലീസ് ഓഫീസറാണ് ആള്. അതിലൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. ഇതിൽ എന്തായിട്ടാണ് ചെയ്യുന്നത്? അല്ല, കഥാപാത്രത്തിന്റെ പേരിനോട് പ്രസക്തി ഇല്ല. ഞാൻ പുള്ളിയുടെ മരുമകനായിട്ടാണ് അഭിനയിക്കുന്നത് ഷോർട്ട് ഫിലിമിൽ. പിന്നെ നല്ല ഷോർട്ട് ഫിലിം ആയിരിക്കും. പിന്നെ കഥാഗതിയിൽ മനോജിന്റെ കഥാപാത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പിന്നെ മാഷി ഇതിലൊരു പുതിയൊരു നായകനും കൂടി ഉണ്ടല്ലേ, ഫാസിൽ എന്ന് പറഞ്ഞിട്ട്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഫാസിൽ അഭിനയിക്കുന്നുണ്ട് ഒരു വേഷം. ആ വേഷവും വളരെ കഥാഗതിയിൽ പ്രാധാന്യം. ഒരു ചെറിയൊരു വേഷം, ഡയലോഗൊന്നും വല്ലാതില്ല. അപ്പോൾ ഒരു ചെറിയ വേഷം ഞാനും അഭിനയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. നമ്മൾ ബാക്കിയുള്ള 2 കഥാപാത്രങ്ങളാണ് നിൽക്കുന്നത്. ഇത് വിജിഷ അല്ലേ? എന്താ കഥാപാത്രത്തിന്? ലക്ഷ്മി. അപ്പോൾ ആരായിട്ടാണ് ഇതിൽ വരുന്നത്? ശിവന്റെ ഭാര്യയായിട്ടാണ് വരുന്നത്. ഇത് അക്ഷയ് എന്നാണ് പേര്. അക്ഷയ് ഇതിൽ എന്ത് കഥാപാത്രമായിട്ട് വരുന്നത്? ശിവന്റെ മകനായിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതിൽ കുറച്ചത്തെ കേന്ദ്ര കഥാപാത്രങ്ങളാണ്. ഞാനും ഇതിലൊരു ചെറിയൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയറക്ടർ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഡയറക്ടർ കാര്യമായ ഫോട്ടോഷൂട്ടിലാണ്. ഡയറക്ടർ ഫോട്ടോഷൂട്ടിലാണ്. പോസ്റ്റർ മേക്കിങ്ങിനായിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളെ ഷൂട്ടിംഗ് ഏകദേശം തീരാറായിട്ടുണ്ടല്ലേ? മാഷ് ഇതിൽ എന്ത് കഥാപാത്രമായിട്ടാണ് വരുന്നത്? ഞാനിതില് വേലുവൈദ്യര് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പുരോഗമിച്ചിട്ട് പുറത്തിറങ്ങട്ടെ. വേറൊരു ചെറിയൊരു കഥാപാത്രമാണ്, പേര് പ്രതിഭ. അപ്പോൾ ഇതിലൊരു ചെറിയ കഥാപാത്രം ചെയ്യുന്നുണ്ട്. കറൻലി ഇപ്പോൾ നമ്മളുള്ളത് എന്നൊരു പരിദൂരാണുള്ളത്. ആ പരിദൂർ തന്നെയാണ് ആളെ വീടുള്ളത്. അപ്പോൾ ഇതിൽ 2-3 കഥാപാത്രങ്ങൾ ഈ സ്ഥലത്തുള്ള കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളെ ഷൂട്ടിങ്ങൊക്കെ പുരോഗമിക്കാറായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് കഥാപാത്രത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എന്തായാലും അടിപൊളിയാവട്ടെ. നമ്മളെ സ്ക്രിപ്റ്റ് ക്യാമറ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഏതാ ക്യാമറ വരുന്നത് ശോഭ? തേച്ച് മടിച്ചു. സ്ക്രിപ്റ്റ് നോക്കിയിരിക്കുന്ന ഡയറക്ടർ. നമുക്ക് ഉള്ളുന്നേ മാഷ് മുന്നിൽ കിടക്കാൻ പോവാ. മാഷിങ്ങനെ ഭക്ഷണത്തിന് കൂടി കിടക്കാൻ മാതിരി നമുക്ക് ഉള്ളുന്നാണ് കേട്ടോ. പിന്നെ ദോശയും ചായയും വിളമ്പലാണ്. പിന്നെ ഭാര്യയായിട്ട് അഭിനയിച്ച് അവിടെ ഒരാൾ പല്ലേച്ച് തേഞ്ഞു. നമ്മളെ വേണുവേട്ടൻ്റെ സിസ്റ്ററിലെ അനിയത്തിയാണല്ലേ. നമുക്ക് ഞങ്ങളെ ഷോർട്ട് ഫിലിം നന്നായി വരാൻ പ്രാർത്ഥിക്കൊണ്ട്. പിന്നെന്താ, എല്ലാ ആശംസയുണ്ട്. ഓക്കെ, ശരി. ഏത് ജിമ്മിലാണ് പോണേ? ഹോം വർക്കൗട്ടില്ലേ? എത്ര പുഷപ്പ് എടുക്കും? 30 പുഷപ്പോ? ഒറ്റ സ്ട്രെച്ചിലാ? ഇപ്പൊ ഫുഡ് കഴിച്ച് പോയല്ലേ?
പോസ് ചെയ്യുന്ന മനോജ്, ഇവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന ഷോബിൻ കുര്യൻ. ആ മനോജിന് പോസ്റ്റർ ഇല്ലല്ലോ അല്ലേ? നമ്മൾ ഈ ഫോട്ടോസ് എടുക്കുന്നത് പോസ്റ്ററിന് വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കണത്. ഇങ്ങോട്ട് എന്തിനു നോക്ക്, അതൊക്കെ നോക്കിക്കോ. രണ്ട് സ്ഥലത്തും ക്യാമറ ഓൺ ചെയ്യാനാ. പോലീസിൽ തരംഗം സൃഷ്ടിക്കുന്നു. പോലീസിൽ ശരിക്കും അങ്ങനെ ഉണ്ട്. സർക്കാർ പക്ഷെ അത് നേരത്തെ ക്രിയേറ്റീവായ ഷോട്ടുകളൊക്കെ ഡയറക്ടറിൻ്റെ ക്രിയേറ്റീവായ ഷോട്ടുകളൊക്കെ മാഷ് കയറി വരുമ്പോൾ ഈ ക്രിയേറ്റീവ് ഷോട്ടിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഓക്കെ, അത് തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞു കണ്ടിന്യൂസ്. വളരെ നല്ലൊരു ഇതാണത് അല്ലേ? ആക്ഷൻ. ആ കുറച്ചു നേരം കടന്നിട്ട് വേഗം പോകണം. സ്ക്രിപ്റ്റ് എവിടെ മനോജ്? തിരക്കുണ്ട്, സ്ക്രിപ്റ്റ് എവിടെ? പെട്ടെന്ന് പോകണം. ആ വിജയം പറഞ്ഞോ. സ്ക്രിപ്റ്റ് എവിടെ? സ്ക്രിപ്റ്റ് എടുത്തല്ലേ അച്ചോ? ആക്ഷൻ. ഇതൊക്കെ ബ്ലൂപ്പേഴ്സ് ആയിട്ട് ഇടാം കേട്ടോ. കുഴപ്പമില്ല, പറഞ്ഞോളൂ. അല്ലെങ്കിൽ മറ്റേ BTS ആയിട്ട് ബിഹൈൻഡ് ദി സീൻസ് ഡയലോഗിന് കുഴപ്പമുണ്ടാകുന്നില്ല. എന്താ ലിപ്പ് കാണില്ല, ജസ്റ്റ് ഇല്ലില്ല. ഡയലോഗ് പറയൂ. മറ്റേ പെട്ടെന്ന് പോകണം, കുറച്ചു നേരം കിടക്കട്ടെ. ആക്ഷൻ. ഡയറക്ടർ കുഴി ചാടാൻ അപ്പുറത്ത് എന്താ എന്തിനു വീണ? അപ്പോൾ നമ്മൾ ഷൂട്ടിങ് ഏകദേശം തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ വീട് വരുന്നത്. വീടിൻ്റെ പൂർണ്ണ രൂപവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒരു പണ്ടത്തെ കാലത്തെ പഴമ തോന്നിക്കുന്ന ഒരു വീട് കേട്ടോ. ചെറിയ വീടാണ്. ഇവിടെ ഇപ്പോൾ ആരും താമസമൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു റോഡ് സൈഡിലുള്ള ഏരിയയാണ്. ആ കാണുന്നത് നമ്മൾ വന്ന വണ്ടി കേട്ടോ, മാരുതി എക്സ്പ്രസ്സോ. പിന്നെ ഇതേപോലെ ചുറ്റുപാടെ കാണിച്ചപ്പോൾ നല്ല ചെമ്പരത്തിപ്പൂവൊക്കെ. അപ്പോൾ നമ്മളുള്ള സ്ഥലം പരുതൂർ കേട്ടോ. പരുതൂരിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകും. പരുതൂർ റോഡിനാണ് ഇപ്പോൾ നമ്മളുള്ളത്. പിന്നെ അതൊക്കെ വീടിൻ്റെ ഏരിയാസാണ്. എന്താ മുകളിലുള്ളൊരു മച്ചാണ് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ബാക്ക് സൈഡാണ് വീടിൻ്റെ. ഇപ്പോഴത്തെ വീടുകളൊന്നും ഇങ്ങനെ കാണാൻ പറ്റില്ല. പണ്ടത്തെ വീടുകളിലുള്ള സംഭവങ്ങളാണിത്. അടുക്കള ഭാഗമാണിത്. എന്തായാലും നമ്മൾ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ തീരാറായിട്ടുണ്ട്. ഞാൻ ചെറിയൊരു വേഷം അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ഡയലോഗൊന്നുമില്ല, ചെറിയൊരു ഡയലോഗ് മാത്രമുള്ളൂ. പിന്നെ അപ്പോൾ ഏകദേശം എല്ലാം തീരാറായിട്ടുണ്ട്. നമ്മുടെ രമേഷ് മാഷ് ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട്. രമേഷ് മാഷ് ഷോട്ട് കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ അടുത്ത ഷെഡ്യൂൾ ആവില്ലേ? ഒരു ഷെഡ്യൂൾ കൂടി ഉണ്ട്. ഒരു ഷെഡ്യൂൾ കൂടി നമ്മളൊരു ക്ലൈമാക്സ് എടുക്കാനുള്ളത്. അതിപ്പോൾ ഷോപ്പിംഗ് പോണതിന് നമ്മൾ ഡയറക്ടർ പോണതിന് മുമ്പ് എടുക്കും. ഷോപ്പിംഗ് അടുത്ത വരവിൽ അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ആക്ച്വലി നമ്മൾ ഡയറക്ടർ ഇവിടെ അല്ല, ഗൾഫിലാണ്. അപ്പോൾ പുള്ളി ലീവിന് വരുമ്പോഴാണ് ഇതിൻ്റെ ഓരോ ഷെഡ്യൂൾ തീർക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്ര ഷെഡ്യൂൾ തീർത്തിട്ടുണ്ട്? 4 ഷെഡ്യൂൾ കഴിഞ്ഞു. 4 ഷെഡ്യൂൾ. അതിലൊരു സീൻ വിദേശത്ത് വരുന്നു. 4 ഷെഡ്യൂൾ കഴിഞ്ഞല്ലേ? ഇനിയിപ്പോൾ ലാസ്റ്റ് നമ്മൾ ക്ലൈമാക്സ് ഷെഡ്യൂളാണ് ഇനിയിപ്പോൾ തീർക്കാനുള്ളത്. അപ്പോൾ അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഫിനിഷ്. പിന്നെ നമ്മളൊക്കെ ഫാസ്റ്റ് ആക്കിയിട്ട് നമ്മളെ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ എല്ലാതും യൂട്യൂബിലും പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കാണുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാ അപ്ഡേറ്റും എൻ്റെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ ഷോർട്ട് ഫിലിമിൻ്റെ ഷെഡ്യൂൾ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ടല്ലേ? പാക്കപ്പ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഷെഡ്യൂളുണ്ട്, ലാസ്റ്റ് ക്ലൈമാക്സിൻ്റെ ഷെഡ്യൂളുണ്ട്. അപ്പോൾ വേണുമാഷ എല്ലാ സഹായങ്ങൾക്കും ഒരുപാട് നന്ദി. വെൽക്കം. കുറേയൊക്കെ നമുക്ക് ഫുഡും പിന്നെ അതുപോലെ ബാക്കിയുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്ന വേണുമാഷ കേട്ടോ.
പ്രധാന കഥാപാത്രം ഒരു കഥാപാത്രം കൂടി ഉണ്ട് വേണമാച്ച്, കഥാപാത്രം കൂടി ഉണ്ട്. അതിന് മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തല്ലോ, പെടുത്തിയല്ലോ. അല്ല ഞങ്ങൾ പറഞ്ഞല്ലേ കയ്യിലുണ്ട് കയ്യിലുണ്ട്. ഇത് വിചാരിക്കും മോദിക്ക് വേണ്ടി പാത്രം പൊട്ടാൻ വേണ്ടി അപ്പോൾ എല്ലാവരോടും ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരൂടെ. ഗുഡ് ബൈ.